ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയാവുന്നവരും എല്ലാവരും തന്നെ മുമ്പിലുമുണ്ട്, അവിടെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പള്ളിച്ചട്ടമ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ, നമ്മുടെ സുരേഷന്റെ ഭാവനയിൽ തുടങ്ങിയ യാത്ര ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ടോവി, അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വേൾഡ് വൈഡ് ഫിലിംസിന്റെ സൈഡിൽ നിന്ന് നൗഫലും ബ്രിജേഷിന് എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ വേൾഡ് വൈഡ് ഫിലിംസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ വാണ്ടഡ് ദിസ് ടു ബി ദെയർ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്പർ 1. അപ്പോൾ അത് ഞങ്ങളെ കൂടെ കൂട്ടിയ നൗഫലെ ഒരുപാട് സന്തോഷം, താങ്ക് യു. ഇനി ടോവിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നടൻ എന്ന രീതിയിൽ ഞാൻ കൂടുതലൊന്നും പറയണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ്, സൂപ്പർ സ്റ്റാറാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്ന എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് ടോവിനെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ചർച്ചകളിലാണെങ്കിലും അത് എത്രത്തോളം സിനിമയ്ക്ക് ശക്തി കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ടോവി, താങ്ക് യു മാം, താങ്ക്സ് അറിയാം. ഓരോ ചർച്ചകളിൽ നിന്നും ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ യാത്ര തുടങ്ങി ഇന്ന് 19-ാം തീയതി അതിന്റെ തുടക്കം എന്നോണം ഫസ്റ്റ് ഗിയർ ഇട്ട് പൂജ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുന്നേ പള്ളിച്ചട്ടമ്പിയുടെ റൈറ്റർ സുരേഷ് ഏട്ടൻ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞാൻ ചെയ്ത മുന്നത്തെ 3 സിനിമയുടെ എഴുത്തുകാരൻ ഇവിടെ ഉണ്ട്, ഷാരിസ് ഇവിടെ ഉണ്ട്, അതിന്റെ പ്രൊഡ്യൂസറും ലിസ്റ്റിന് ഇവിടെ ഉണ്ട്, എനിക്കറിയാവുന്നവരെല്ലാവരും ഉണ്ട്. എങ്കിൽ പോലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററുടെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ക്യാപ്റ്റനാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. സുരേഷ് ഏട്ടാ, ഒരുപാട് താങ്ക് യു. അങ്ങനെ പള്ളിച്ചട്ടമ്പിയിലേക്ക് വരികയാണെങ്കിൽ പള്ളിച്ചട്ടമ്പി ഒരു ചരിത്ര സിനിമയാണ്, അല്ലെങ്കിൽ പള്ളിച്ചട്ടമ്പിക്ക് ഒരു ചരിത്രമുണ്ട്. അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ അത് ഞങ്ങൾ സിനിമയാക്കുകയാണ്. ഇതിന്റെ ആദ്യ സംരംഭം അല്ലെങ്കിൽ തുടക്കം മാത്രമാണ് പൂജ. ഇനി മുന്നോട്ട് ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതിന്റെ സെറ്റ് വർക്കും ഷൂട്ടും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് വന്നതിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ അടുത്ത അപ്ഡേറ്റ്സ് തുടർന്നുണ്ടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. Thank you so much, ശ്രീ ഡിജോ ജോസ്. And yes, നമ്മൾ ഒരുപാടധികം അല്ലെങ്കിൽ പല പീരിയോഡിക് മൂവികളിൽ കണ്ടിട്ടുണ്ട്. And now, how is this going to be different? And like we are all excited